ഹലോ ഗായ്സ്, അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് ഹെയർ ഫോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ട്. സംഭവം എന്താ റീസണോ കാര്യങ്ങളോ സത്യം പറഞ്ഞാൽ ടെൻഷനും സ്ട്രെസ്സിൻ്റെ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ മുടി രാവിലെ എനിക്ക് നേരത്തെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു മിനിമം ഒരു ഇതായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ റോസ്മേരി ലീവ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ റോസ്മേരി ലീവ്സ് ഒരു ഹെയർ പാക്ക് ആക്കി തലയിൽ തേക്കുന്ന പരിപാടി ഇന്നേ വരെ ഞാനൊരു വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. 3 ദിവസം ഇന്നും കൂടെ ചേർത്ത് 3 ദിവസമാണ് ഞാൻ അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അത് പേസ്റ്റായി വരുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചു നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തോ ചെയ്യാം, കുറച്ച് ചെമ്പരത്തിയുടെ ഇലയിൽ കുറച്ച് കയ്യുന്നി, ഇത് 3 കൂടെ അരച്ച് നമുക്ക് നോക്കാം. എന്തോ ആയാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇതൊരു ക്രിസ്റ്റൽ ഇരിക്കത്തില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ കുറേ നേരം വെച്ചിട്ട്, അതേപോലെ തന്നെ കണ്ടോ കട്ടിയായിരിപ്പുണ്ട്. ഇത് കുറച്ച് അലിയാൻ വേണ്ടി നമുക്ക് സമയം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇത് ഞാൻ കുറച്ച് തണുത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഇത് ചൂടാക്കി, അപ്പോഴത്തേന് ഈ കോലത്തിലായി. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടടിച്ച് ചെറിയ ജാറ എടുക്കാവൂ. ചെറിയ ജാറ എടുത്താൽ ഇത് അരഞ്ഞ് വരുമോ എന്ന് അറിയത്തില്ല, ബട്ട് എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗായ്സ്, കുറേ നേരം കഴിഞ്ഞിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈക്ക് എന്താ പറയുക, അരിഞ്ഞിട്ട് ഇതേപോലെ ഫൈനായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുറേ നേരം ഞാൻ മിക്സിയിലിട്ടൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിയായതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാമോ, ഇത് ഓൾറെഡി ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സ് അല്ലായിരുന്നു റോസ്മേരി. സോ അത് ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് മാത്രമായിട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ പൊടി ഫോമിൽ തന്നെ കിട്ടുമായിരുന്നല്ലോ ഗൈസ്. എനിക്കിത് അരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ആ ഒരു ബുദ്ധി വന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. പക്ഷെ ഇങ്ങനെയും വരുന്നുണ്ട്. പക്ഷെ ഞാനൊരു 3 ദിവസമെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ കുറച്ച് ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഇനി ഇതിൻ്റെ കൂടെ ചെമ്പരത്തിയും കയ്യൂന്നിയുടെ ഇലയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി ഇതേപോലെ മിക്സിയിലിട്ടടിക്കാം. ഓക്കെ ഗൈസ്, ഇത് ചെമ്പരത്തിയുടെ ഇലയാണ്. അതിൻ്റെ കൂടെ ഒരു പൂവൊക്കെ ഉണ്ട്. പിന്നെ കയ്യൂന്നി, ഈ സാധനം ഇതാണ് കയ്യൂന്നിയുടെ ഇല. അപ്പോൾ ഇത് 3 കൂടെ നമുക്ക് ഹെയർ പാക്കാക്കി സെറ്റ് ചെയ്ത് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് മൊത്തം അരച്ചെടുത്തപ്പോഴത്തേന് ഇതേപോലെ തന്നെ നല്ല പച്ച കളർ കിട്ടിയിട്ടുണ്ട്. ഒരുമാതിരി ഓക്കെ ഗൈസ്, അപ്പോൾ വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ റോസ്മേരി ലീവ്സ് എടുക്കേണ്ട സമയത്ത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് റോസ്മേരി ലീവ്സ് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ, അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല, പിന്നെ കയ്യൂന്നിയുടെ ഒക്കെ ഇല ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ ചെമ്പരത്തിയും റോസ്മേരി ലീവ്സും ഇത് രണ്ടും അടിപൊളി സാധനമാണ്. നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും ഹെയർ വോളിയം ഇൻക്രീസ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള 2 നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡിയാണ് ഗൈസ് ഇത്. പിന്നെ ഞാൻ ചെയ്തതുപോലെ വെള്ളം ഒരുപാട് ഒഴിക്കരുത്, വെള്ളം കൂടി പോയാൽ പണിപ്പാളും. സോ വെള്ളം കുറയ്ക്കാം. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തലയിലേക്കാം. ഓക്കെ ഗൈസ്, ഇത് ശരിക്കും വെള്ളം പോലെ ആയിട്ടില്ല കേട്ടോ, എന്നാലും കുറച്ച് വെള്ളം പോലെ ഇതേപോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുക. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പാണ് കേട്ടോ, നമ്മുടെ മുടിയല്ല. സ്കാൽപ്പിൽ നല്ല രീതിക്ക് തേച്ച് കൊടുക്കുക. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോവും. സോ ഇത് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് തേച്ച് കൊടുക്കാം. ഓക്കെ ഗായ്സ്, സോ ഗായ്സ് ഇത് അത്യാവശ്യം തേച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ ഒരു അംശം കൂടിയുണ്ട്, ജസ്റ്റ് ഒന്ന് താഴോട്ട് കുറച്ചൊക്കെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. സോ ഇതിനി ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് കഴുകിക്കളയണം. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്കിനി ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ ഒന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞ് സോ ഒരു 2 hours ഒക്കെ കഴിഞ്ഞാണ്. കുറച്ചൊക്കെ മുടി ഉണങ്ങിയിരിപ്പുണ്ട്.
അപ്പം നമുക്ക് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ജസ്റ്റ് ഒന്ന് നമ്മൾ ചീകി എടുക്കുമ്പോൾ നല്ല രീതിക്ക് മുടി കയ്യിൽ വരുക. സോ ഈ ഒരു പാക്ക് ഇട്ട ശേഷം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ഈ പാക്ക് വർക്കിംഗ് ആണ് ഗൈസ്. ഓക്കെ, മുടിക്ക് എന്തോ ഒരു ചെമ്പരത്തിയൊക്കെ ഇട്ടോണ്ട, ഷാമ്പു ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ചെമ്പരത്തിയൊക്കെ ഇട്ടോണ്ടാണോ എന്തോ ഒരു ഡിഫറൻസ് ഉള്ള പോലെ തോന്നുന്നു. ലൈക്ക് എന്താ പറയാ, ഒരു ഓക്കെ നേരത്തെ അത്ര ഇല്ല കേട്ടോ മുടി. നേരത്തെ എൻ്റെ മുടി പൊഴി ഇത്രയും വരുന്നുണ്ട്. ഇത് ഒരു സൈഡിൽ നിന്നാണ്, ലൈക്ക് ആണ്ട്. ഓക്കെ, ഓ ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ഇനി ഈ സൈഡൊന്ന് നോക്കാം. ഓക്കെ, നോട്ട് ബാഡ്. അപ്പൊ ഗൈസ് മൊത്തത്തിൽ ഇത് ഇത്രയാണ് കേട്ടോ മുടി വന്നേക്കുന്നത്. ഇത്രയും വന്നിട്ടുള്ളൂ. പക്ഷെ നേരത്തെ എൻ്റെ മുടി പോകുന്നത്, ഞാൻ ആ പിക്ക് ഞാൻ വെക്കാം, നിങ്ങൾക്കപ്പോൾ കാണുമ്പോൾ തന്നെ ഡിഫറൻസ് ആവും. ഡിഫറൻസ് മനസ്സിലാവും. ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ഒരു വീക്കിലി ഒരു 2 times എങ്കിലും റിപ്പീറ്റ് ചെയ്താൽ നല്ല ഡിഫറൻസ് കാണുമായിരിക്കും കേട്ടോ. നല്ല ഡിഫറൻസ് കാണും. ഇത് വർക്കിംഗ് ആണ് ഗൈസ്. ബിക്കോസ് ഷാമ്പു ഒന്നും ഇട്ടിട്ടില്ല, അത് തന്നെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്തതേ ഉള്ളൂ. ഡിഫറൻസ് ഉണ്ട്. നേരത്തെ പിക്കും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡിഫറൻസ് മനസ്സിലാവും. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.